പാവം ഫോൺ എടുത്ത് സംസാരിക്കടി. എടുക്കില്ല. ഹലോ, ഞാൻ ക്രാന്തിയ. ലൗഡ് സ്പീക്കർ ഓൺ ചെയ്യും. ക്രാന്തി. വരലക്ഷ്മി, നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറയുന്നത് കേട്ടോ. ഞാനിപ്പോ ലൈബ്രറിയില. സിറ്റി ബസ് എന്നാ ലൈബ്രറി ആക്കിയത്? വരലക്ഷ്മി, എന്റെ ജീവിതത്തിൽ പുതുതായിട്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്ന് മാത്രം മാറിയിട്ടില്ല, നിന്നോടുള്ള ഇഷ്ടം. അതെന്നിൽ നിന്ന് വേർപിരിക്കാൻ ആർക്കും ആവില്ല. നിന്റെ അച്ഛനുണ്ടായ അപമാനത്തിന് ഞാൻ നിന്റെ വീട്ടിൽ വന്ന് മാപ്പ് ചോദിക്കാൻ പോവാ. മനസ്സിലാക്കാം. ഐ ആം സോറി. 124. ഞാനും 124. നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി വരുമോ നീ? ക്രാന്തി, വരലക്ഷ്മി ആരൊക്കെ ബസ്സിൽ തട്ടിക്കൊണ്ടു വന്നു. നീ എന്താടാ വലിയ ഹീറോയോ? അവളെ മറന്നേക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ ഇനി അവളെ വിട്ടാലും ഞാൻ പോവില്ല. ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. പണി കഴിഞ്ഞോ? ശേഷോ, ശേഷോ, ശേഷോ. എന്തു പറ്റി മോനെ? ഇവന്റെ മോളുടെ കല്യാണത്തിന് വരലക്ഷ്മി തടസ്സമാണെന്ന് കരുതി അവളെ കൊല്ലാൻ ശ്രമിച്ചു. അണ്ണൻ അങ്ങനെ ചെയ്യേണ്ട കാര്യം? അത് അവനോട് തന്നെ ചോദിക്കേ. അവന്റെ ഫോൺ ചെക്ക് ചെയ്താൽ ഇവളെ കൊല്ലാൻ വേണ്ടി എത്ര കോൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ കഴിയും. എന്റെ ഇഷ്ടത്തിന് ആരെങ്കിലും എതിര് നിന്നാൽ അവൻ ആരായാലും തീർത്തിരിക്കും. അപ്പൊ നീ അങ്ങോട്ട്. ഡാഡി, ക്രാന്തിയെ ഞാൻ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ച സത്യമാണ്. അതിനിതാണോ ചെയ്യേണ്ടത്? നിങ്ങളുടെ മോളായിട്ട് ജനിച്ചതിൽ എനിക്ക് ലജ്ജ തോന്നുന്നു. മമ്മ, നമുക്ക് എത്രയും പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക് പോകാം. വരലക്ഷ്മി, ഐ ആം സോറി. ദയവ് ചെയ്തെന്റെ ഡാഡിയോട് ക്ഷമിക്കണം. സോറി പ്രിയ, എനിക്കൊരിക്കലും നിന്നെ വരലക്ഷ്മിയുടെ സ്ഥാനത്ത് കാണാൻ കഴിഞ്ഞിട്ടില്ല. വരലക്ഷ്മി, നിനക്ക് ഭർത്താവാകാൻ കിട്ടിയത് നല്ലൊരു പുരുഷനെ. യു ആർ വെരി ലക്കി. അയ്യോ, അങ്ങനെ നിനക്കൊരു കോമ്പറ്റീഷൻ ഒഴിവായി, എനിക്കൊരു സ്ഥിരം തലവേദനയുമായി.